UN പൊതുസഭയിൽ പലസ്തീൻ അനുകൂല വികാരമുണ്ട് എന്ന് മധു കൊട്ടാരകർ റിപ്പോർട്ട് ചെയ്യുന്നു. കൂടുതൽ രാജ്യങ്ങൾ പലസ്തീൻ സ്റ്റേറ്റ് എന്ന ആവശ്യം ജനറൽ അസംബ്ലി ഉന്നയിച്ചു കഴിഞ്ഞു. പലസ്തീൻ രാഷ്ട്രം വേണമെന്ന് പോർച്ചുഗൽ പ്രസിഡന്റ് മാർസെല്ലോ റെബെല്ലോ ഡിസൂസ പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് UN പൊതുസഭയെ അഭിസംബോധന ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ടൈംസ് സ്ക്വയറിൽ നിന്ന് ന്യൂയോർക്കിൽ നിന്ന് മധു കൊട്ടാരകര തത്സമയം ചേരുന്നു. ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ നിൽക്കുന്ന ആ ഒരു ഗമാലിറ്റിയൊക്കെ മധു കൊട്ടാരക്കരയ്ക്ക് ഉണ്ടല്ലോ. മധു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. നമുക്ക് അല്പം ഗമയാകാൻ കാര്യം ലോക നേതാക്കളെല്ലാം നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഒരു 2 ബ്ലോക്ക് അപ്പുറത്ത് ട്രംപ് ടവറിൽ കഴിഞ്ഞ ഒരു 6:30 മണിയായപ്പോൾ എത്തിക്കഴിഞ്ഞു. സെലൻസ്കി ഇന്ന് ഐക്യരാഷ്ട്ര സഭയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഉണ്ടായിരുന്നു. എസ് കെ, എന്റെ ഈ തൊട്ടുപുറയിൽ കാണുന്നിടത്താണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ച വേദി. എസ്കനെ, ഇന്ന് ഐക്യരാഷ്ട്ര സഭയുടെ ആദ്യ ദിനത്തിൽ പാലസ്തീൻ എന്നൊരു വികാരമായിരുന്നു സഭയിൽ മുഴങ്ങിക്കേട്ടത്. ലോക നേതാക്കൾ ഒന്നിനു പുറകെ ഒന്നായി പാലസ്തീൻ സ്റ്റേറ്റ് വേണമെന്നുള്ള ഒരു ആവശ്യം ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്തു. അമേരിക്കയുമായി ഏറെ അടുപ്പമുള്ള പല രാജ്യങ്ങളും പാലസ്തീൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന അത് ആവർത്തിക്കുമ്പോൾ അമേരിക്ക പറഞ്ഞത് ഈ ഐക്യരാഷ്ട്ര സഭയിൽ ഇന്ന് നടക്കുന്നത് മുഴുവൻ വെറും ഒരു സ്റ്റണ്ടാണെന്നാണ്. ഇസ്രയേലും അമേരിക്കയും ഐക്യരാഷ്ട്ര സഭയുടെ ഇന്നത്തെ ജനറൽ അസംബ്ലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു. ഇസ്രയേൽ പറഞ്ഞത് ഇത് വെറും ഒരു സർക്കസ് ആണെന്നാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പറയുന്നത് പാലസ്തീൻ സ്റ്റേറ്റ് വേണം, എന്നാൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ഹമാസിന്റെ തടങ്കലിലുള്ള മുഴുവൻ ആൾക്കാരെയും വിട്ടയക്കണം. അത് മാത്രമല്ല, അവിടെ ഒരു പാലസ്തീൻ അതോറിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ഹമാസിന് പങ്കാളിത്തം ഉണ്ടാകാൻ പാടില്ല. കനേഡിയൻ പ്രൈം മിനിസ്റ്ററും അതുപോലെ മറ്റു രാജ്യങ്ങളുടെ തലവന്മാരും സമാന രീതിയിൽ തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. അന്റോണിയോ ഗട്ടറസ് UN ജനറൽ സെക്രട്ടറി ഡൊണാൾഡ് ട്രംപിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്തു. പാലസ്തീൻ അതോറിറ്റി പ്രതിനിധികൾക്ക് ഐക്യരാഷ്ട്ര സഭയിൽ വരുന്നതിന് തടഞ്ഞതുകൊണ്ടാണ് ഇത്തരമൊരു വിമർശനം നേരിടേണ്ടി വന്നത്. ഐക്യരാഷ്ട്ര സഭയിൽ ഇന്ന് മറ്റൊരു പൊതുവികാരവും ഉയർന്നു കേട്ടു. അതായത് ഐക്യരാഷ്ട്ര സഭയുടെ അടുത്ത ജനറൽ സെക്രട്ടറി ഒരു വനിതയായിരിക്കണം. അതുകൊണ്ട് തന്നെ വനിതാ പ്രതിനിധികളെ നോമിനേറ്റ് ചെയ്യുവാൻ രാജ്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ആയിരിക്കും ഡൊണാൾഡ് ട്രംപ് ഐക്യരാഷ്ട്ര സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. അതായത് പ്രാദേശിക സമയം 9 മണിക്ക് ഐക്യരാഷ്ട്ര സഭയെ ഡൊണാൾഡ് ട്രംപ് സംസാരിക്കുമ്പോൾ അതിന്റെ തൊട്ടു മുന്നേ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഹാർഡ് ടൈം കൊടുത്ത ബ്രസീലിയൻ പ്രസിഡന്റ് ആയിരിക്കും. 50% തീരുവയാണ് ബ്രസീലിന് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഐക്യരാഷ്ട്ര സഭയിൽ ഡൊണാൾഡ് ട്രംപ് എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത് ലോകക്രമത്തിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു പ്രസംഗമായേക്കാം. 2 യുദ്ധങ്ങളിൽ അമേരിക്കയുടെ സ്റ്റാൻഡ് എന്താണ്, പാലസ്തീൻ സ്റ്റേറ്റിന്റെ കാര്യത്തിൽ എന്താണ് സ്റ്റാൻഡ്, ഐക്യരാഷ്ട്ര സഭയ്ക്ക് വേണ്ട സാമ്പത്തിക സഹായം കൊടുക്കുന്നതും അതുമായി അനുബന്ധിച്ചുള്ള വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെയൊക്കെ ഫണ്ട് പിൻവലിച്ചതിനുമൊക്കെ ഡൊണാൾഡ് ട്രംപ് ഇവിടെ മറുപടി പറയുമോ എന്നറിയുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എസ് കെ, കളയരുത്. ടൈംസ് സ്ക്വയറിൽ അവിടെ തന്നെ നിൽക്കണം. വേണമെങ്കിൽ അടുത്ത മുറുക്കാങ്കടയിൽ നിന്നൊരു ചായയൊക്കെ വാങ്ങിച്ച് കഴിക്കുക. ഒരു ചോദ്യം കൂടെ. ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾ അമേരിക്കയിൽ ഇപ്പോൾ തുടരുകയാണ്. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അമേരിക്കൻ വ്യാപാര പ്രതിനിധി ജെമിസൺ ഗ്രീനുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുക. തീരുവ വിഷയത്തിൽ ഇത് 3ാം തവണയാണ് ഇങ്ങനൊരു ചർച്ച നടക്കുന്നത്. ശരിക്കും ഈ തീരുവ വിഷയത്തിൽ നമുക്കൊരു പോംവഴി കണ്ടെത്തിയേ പറ്റൂ. എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് ന്യൂയോർക്കിൽ ലഭിക്കുന്ന വിവരങ്ങൾ? എസ് കെ, ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ അസംബ്ലിയോട് അനുബന്ധിച്ച് രാഷ്ട്ര നേതാക്കളും വിദേശകാര്യ മന്ത്രിമാരും ഉഭയകക്ഷി ചർച്ചകൾ വലിയ തോതിൽ നടക്കുന്നുണ്ട്. ഇന്ത്യയുടെ തന്നെ 2 പ്രധാന മന്ത്രിമാരാണ് ന്യൂയോർക്കിൽ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നത്. പീയൂഷ് ഗോയലും അദ്ദേഹത്തിന്റെ കൗണ്ടർ പാർട്ടായ ഗ്രീനുമായിട്ടുള്ള 3ാം വട്ട ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യവട്ട ചർച്ചകൾ ഇന്ന് നടന്നത് നല്ല രീതിയിൽ പോയെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. ഇവര് മാർച്ചിലും മെയ്യിലും ഈ താരിഫുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നു. ജയശങ്കർ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായിട്ടുള്ള ചർച്ചയിൽ ഇന്ത്യയുടെ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഇരുവരും കൂടുതൽ വിശദാംശങ്ങൾ നൽകിയില്ലെങ്കിലും മാർക്കോ റൂബിയോയുടെ പിന്നീടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഇൻഡോ പസഫിക് മേഖലയിൽ അമേരിക്കയ്ക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വളരെ നിർണായകമാണ്. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ പോകണമെന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, കോഡ് എന്ന് പറയുന്ന സഖ്യത്തിലൂടെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. ഇന്ത്യ പല വിഷയങ്ങളിലും ഇടപെടുന്നതിൽ അമേരിക്കയ്ക്കുള്ള സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു മാർക്കോ റൂബിയോ. എസ് കെ,
ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. അമേരിക്കയിലെ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ നിന്നാണ് മധു കൊട്ടാരക്കര നമുക്കൊപ്പം ചേർന്നത്. UN ജനറൽ അസംബ്ലിയുടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ അനുമതി കിട്ടിയ മലയാളം വാർത്താ ചാനലായി 24 മാറുകയാണ്. അതിൻ്റെ അമരത്ത് അമേരിക്കയിൽ മധു കൊട്ടാരക്കരയാണ്. മധുവിൻ്റെ റിപ്പോർട്ടുകൾ തുടരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.